എവ്രിവൺ, ഈ വീഡിയോയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂളിൽ നിന്ന് NDUGC നെറ്റ് ജൂൺ 2025 എക്സാമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ആസ് എ മൊഡ്യൂൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഒരു മൊഡ്യൂളായിട്ട് നിങ്ങൾക്ക് പലർക്കും തോന്നിക്കാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ അവർ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലോർ ചെയ്തിരുന്നു. പിന്നെ മറ്റൊരു ടേമിൽ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മൊഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഈ ഒരു മൊഡ്യൂളിൻ്റെ പ്രത്യേകത ഇതിൽ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഏരിയാസ് അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ജനറൽ ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പോൾ അഫ്കോഴ്സ് നമുക്ക് ഇങ്ങനെയുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴൊരു പ്രോബ്ലം, ഇപ്പോൾ ഇന്ന് ചോദിച്ചു ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് നമുക്കൊരു 2024 എക്സാമിൽ ലാംഗ്വേജ് ബേസ് ചെയ്ത് വളരെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ചോദിച്ചിരുന്നു. സോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പിന്നീട് വന്ന എക്സാംസിൽ ആവർത്തിച്ചില്ല. അപ്പോൾ വരുന്നൊരു പ്രോബ്ലം, നമുക്ക് ഓരോ എക്സാമിലും അവർ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ, ഫാക്ച്വൽ കാര്യങ്ങൾ അടുത്ത തവണ ആവർത്തിക്കില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ടൈം അവർ വേറൊരു കാര്യമായിരിക്കും ചോദിക്കുക. അപ്പോൾ ആ ടൈം നമുക്ക് അതിനെക്കുറിച്ചൊരു ബേസിക് ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സിലബസൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫാക്ച്വൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ജനറലി പലരും ഒരു കൺസേൺ ആയിട്ട് പറയാറുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു മൊഡ്യൂളിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു അപ്രോച്ച് എന്താ? കൺസിസ്റ്റൻ്റ്ലി ചോദിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഫ്രീക്വൻ്റ്ലി വരുന്ന ഏരിയാസ് എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് തന്നെ ചോദിക്കും. പിന്നെ ഇതിൻ്റെ ഒക്കെ കാര്യം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇപ്പോൾ ചില ഷിഫ്റ്റുകളിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി, ചില ഷിഫ്റ്റുകളിൽ 5ൽ 3 ക്വസ്റ്റ്യൻസ് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അത് മാത്രമല്ല എല്ലാ ഷിഫ്റ്റിലും അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന രീതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഓരോ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന പാറ്റേണും അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവലും അഫ്കോഴ്സ് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അഫ്കോഴ്സ് അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് പേപ്പർ 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 10 മൊഡ്യൂളുകൾ ഉണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു 2 മൊഡ്യൂൾസിൻ്റെ ചോദ്യങ്ങൾ ബാക്കിയുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊഡ്യൂളുകളുടെ ക്വസ്റ്റ്യൻസിനേക്കാളും ഒരു ഹയർ ലെവൽ ഡിഫിക്കൽറ്റിയിലേക്ക് വരുന്ന ഒരു ടെൻഡൻസി ജനറലി നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയാറുണ്ട്. പിന്നെയുള്ള പല ഫാക്ടേഴ്സ് അഫ്കോഴ്സ് ഈ മൊഡ്യൂളിനെ വളരെ കാര്യമായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഏരിയാസ് നമുക്ക് നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്യാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെപ്പോഴും നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ മേജർലി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. വാട്ട് എമംഗ് ദ ഫോളോയിങ് ആർ ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ? സോ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് തടസ്സമാകാൻ സാധ്യതയുള്ള, ബാരിയേഴ്സ് ആവാൻ സാധ്യതയുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമ്മൾ ജനറലി കമ്മ്യൂണിക്കേഷനിൽ കാണുന്ന ഒരു ഏരിയ തന്നെയാണ്. വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇതെന്ന് ചോദിക്കാറുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ. ലവ്ഡ് മ്യൂസിക്, ഇൽ ഹെൽത്ത്, ടെലിഫോൺ ദാറ്റ് ഇസ് ഇൻ പുവർ വർക്കിംഗ് ഓർഡർ, ഗുഡ് ഹെൽത്ത്, ട്രാഫിക് നോയ്സ്. സോ ഇതിനകത്ത് ബാരിയേഴ്സ് ആണ് ചോദ്യം. കമ്മ്യൂണിക്കേഷനെ നെഗറ്റീവ്ലി ബാധിച്ചേക്കാവുന്ന അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള ബാരിയേഴ്സ്, റൈറ്റ്? സോ ഈ ഓപ്ഷൻസിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ ഈ ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബാരിയറാണ്. നമ്മൾ ഗുഡ് ഹെൽത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് സംസാരിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതായത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗുഡ് ഹെൽത്തിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മറ്റൊരാൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ നന്നായിട്ട് നമുക്കത് മനസ്സിലാക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു കാരണവശാലും നമ്മളുടെ ആൻസറിൽ വരാൻ പാടില്ല എന്നുള്ളത് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ഓപ്ഷൻസിൻ്റെ കോമ്പിനേഷൻസ് നോക്കിയേ. ഈ ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഡി ഓപ്ഷൻ നമുക്ക് ACD കോമ്പിനേഷൻസിൽ കാണാനായിട്ട് സാധിക്കും, അല്ലേ? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഗുഡ് ഹെൽത്ത് വരാത്ത ഓപ്ഷൻ ആകെ നമുക്ക് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. A, B, C and D. അപ്പോൾ തന്നെ നമ്മൾ റൈറ്റ് ആൻസറിലേക്ക് വന്നു. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൗഡ് മ്യൂസിക്, വളരെ ഉച്ചത്തിൽ പാട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊരു ബാരിയർ ആവും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫിസിക്കൽ ബാരിയർ ആവാം. നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്നുള്ള സൗണ്ട്സ് നമുക്കൊരു ഫിസിക്കൽ ബാരിയർ ആവാം. ഇൽ ഹെൽത്ത്, അല്ലെ, ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഭയങ്കര ടയർഡാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇല്ലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കമ്മ്യൂണിക്കേഷനെ നന്നായിട്ട് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ടെലിഫോൺ ദാറ്റ് ഇസ് ഇൻ പുവർ വർക്കിംഗ് ഓർഡർ, അല്ലെങ്കിൽ നമ്മളൊരു ടെലിഫോണിലൂടെ മറ്റൊരാളോട് സംസാരിക്കണം. ആ ടെലിഫോണിന് തന്നെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ട്രാഫിക് നോയ്സ്, അഗെയിൻ ഫിസിക്കൽ നോയ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ട്രാഫിക്കിൽ ആയിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളോട് വിളിച്ച് സംസാരിക്കുകയാണ്, ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ നോയ്സ് നമ്മളുടെ
കമ്മ്യൂണിക്കേഷനെ ബാധിച്ചേക്കാം അല്ലേ. അപ്പോൾ ABC and E, ABC and D ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ABC and D only is option B, so the right answer is option B. അടുത്ത ചോദ്യം, ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് ടേംസ് തന്നിരിക്കുകയാണ്. ഹൂ സേസ് വാട്ട് ഇൻ വിച്ച് ചാനൽ ടു ഹൂം. മീനിങ് അല്ലെങ്കിൽ ഈ ടേംസിൻ്റെ മീനിങ്സിൽ നമുക്ക് ലിസ്റ്റ് 2 തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റിസീവർ, കമ്മ്യൂണിക്കേറ്റർ, മെസ്സേജ്, മീഡിയം. സോ ഇതിനകത്ത് ടേംസ് മീനിങ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് ബന്ധപ്പെട്ടിട്ടുള്ള ടേമുകളും അതിൻ്റെ മീനിങ്സുമാണ് ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത്. വളരെ സ്പെസിഫിക്കലി നമ്മൾ ഇതിനെ കുറച്ചുകൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് പഠിക്കുമ്പോൾ ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ലാസ്വെൽ എന്ന തിയറിസ്റ്റ് കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ചെയ്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു 5 ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിച്ചിട്ട് ആ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഹൂ സേസ് വാട്ട് ഇൻ വിച്ച് ചാനൽ ടു ഹൂം വാട്ട് ഇഫക്റ്റ്, അതുകൊണ്ട് എന്ത് ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ കൃത്യമായ എലിമെൻറ്റ്സ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ബേസിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ലാസ്വെൽസ് കമ്മ്യൂണിക്കേഷൻ മോഡലൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റിലേക്ക് സ്പെസിഫിക്കലി വരികയാണെങ്കിൽ ഈവൻ ദോ നിങ്ങൾക്ക് ആ മോഡൽ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഹൂ, ആരാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആള് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേറ്റർ. ആ കമ്മ്യൂണിക്കേറ്റർ എന്ത് പറയുന്നു, സേസ് വാട്ട്, അതാണ് നമ്മളുടെ മെസ്സേജ്. ഇൻ വിച്ച് ചാനൽ, ആ പറയുന്ന മെസ്സേജ് എന്ത് ചാനലിലൂടെയാണ് മറ്റേ ആളിലേക്ക് എത്തുന്നത്, ആ ചാനലിനെ വിളിക്കുന്ന പേരാണ് മീഡിയം. ടു ഹും, ആരോടാണ് ഈ കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് റിസീവർ. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആണ്, ബി ഇസ് 3, സി ഇസ് 4 ആൻഡ് ഡി ഇസ് 1, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, if the sender has not formulated the idea, thought or message in proper manner, it can result into a barrier in communication. The barrier occurs at what level? Transmission stage, at the end of the decoder, at the level of the encoder, technical stage. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതും ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, സെൻഡർ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഐഡിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലുള്ള ഐഡിയ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജിനെ പ്രോപ്പറായിട്ട് ഫോമുലേറ്റ് ചെയ്യുന്നില്ല, മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് അതിനെ ഫോമുലേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഫോമുലേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ കമ്മ്യൂണിക്കേഷനെ ബാധിച്ചേക്കാം. അങ്ങനെ ബാധിച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ബാരിയർ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഏത് സ്റ്റേജിലാണ് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് പരിശോധിച്ചാൽ നമുക്കറിയാലോ ഒരു സെൻഡറാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഇൻ ജനറൽ സെൻസ്. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്, മോഡൽസിനകത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആളുകൾ എടുക്കുന്നത് കാണാം. ബട്ട് ഇൻ ജനറൽ സെൻസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ സെൻഡർ. അപ്പോൾ ഈ സെൻഡർ ശരിക്കും ചെയ്യുന്ന കാര്യം എന്താ, സെൻഡറിൻ്റെ തലയിൽ കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടാവും, കുറേ തോട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ തോട്ട്സ് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഈ തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയാസിനെ ഇത് കേൾക്കുന്ന റിസീവറിന് മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക് ഈ സെൻഡർ എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്യണം. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, എൻകോഡിങ് എന്നാണ് വിളിക്കുക. ഇനിയും ഈ സെൻഡർ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന ഐഡിയാസ് തോട്ട്സ് അതിനെ പ്രോപ്പറായിട്ടുള്ളൊരു ഫോർമാറ്റിലേക്ക് മാറ്റി അപ്പോൾ അതൊരു മെസ്സേജായി, ആ മെസ്സേജ് മറ്റൊരാൾക്ക് റിസീവറിന് അയക്കുന്നു. അപ്പോൾ റിസീവറിന് ഈ മെസ്സേജ് കിട്ടുമ്പോൾ ദിസ് ഇസ് ജസ്റ്റ് വേർഡ്സ് ഓർ സിമ്പിൾസ് അല്ലേ, ആ വേർഡ്സിനെ കോണ്ടെക്ച്വലി കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്യണം റിസീവർ. അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നിടത്താണ് ഈ സെൻഡർ അയച്ച് എന്താണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് റിസീവറിനുണ്ടാവുന്നത്. സോ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീകോഡിങ്. ഓൾ റൈറ്റ്, ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സ്റ്റേജ് എന്നുള്ളതൊരു ഓപ്ഷനായിട്ട് പരിഗണിക്കാം. ട്രാൻസ്മിഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇവിടെ എവിടെയാണ് ഈ ഒരു വീഴ്ച അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത്, സെൻഡറിന് അദ്ദേഹത്തിൻ്റെ ഐഡിയ തോട്ട് അല്ലെങ്കിൽ മെസ്സേജിനെ ഒരു പ്രോപ്പർ മാനറിൽ ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിൽ നിന്ന് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സെൻഡറിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രോബ്ലം എവിടെയാണ്, എൻകോഡിങ്ങിലാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ബാരിയർ എവിടെയാണ് സംഭവിക്കേണ്ടത്, ഇറ്റ് വിൽ ബി അറ്റ് ദി ലെവൽ ഓഫ് ദി എൻകോഡർ എന്ന് പറഞ്ഞാൽ വേറെ രീതി പറഞ്ഞാൽ സെൻഡറിനെ നമുക്ക് വിളിക്കാവുന്ന മറ്റൊരു പേരാണ് എൻകോഡർ, റിസീവറിൻ്റെ മറ്റൊരു പേരാണ് ഡീകോഡർ. അപ്പോൾ ഈ എൻകോഡറിൻ്റെ അല്ലെങ്കിൽ സെൻഡറിൻ്റെ ലെവലിനാണ് പ്രോബ്ലം ഉണ്ടായിരിക്കുന്നത്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാ, ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓൾ റൈറ്റ്.
അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിക്വയർഡ് ടു ബിക്കം എ ഗുഡ് ലിസണർ? അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ റിസീവർ ഒരു നല്ല ലിസണർ ആയിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഇഫക്റ്റീവായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ടുപേരും, ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ടുപേരും നല്ല ലിസണേഴ്സ് ആണെങ്കിൽ മാത്രമേ ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുള്ളൂ. സോ ഒരു നല്ല ലിസണറിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാളെ ഒരു നല്ല ലിസണർ ആക്കുന്നത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ എലിമിനേഷൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻസ് നോക്കാം. കീപ് ക്വയറ്റ് വൈൽ ലിസണിങ്, ലിസൺ വിത്ത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സ്പീക്കർ, ഷോ ഇൻട്രസ്റ്റ് ഇൻ ദ സ്പീക്കർ, ഫോക്കസ് ഓൺ ദ ഡ്രസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ദ സ്പീക്കർ, കീപ് യുവർ മൈൻഡ് ഓപ്പൺ ടു എവറി സബ്ജക്റ്റ് ആൻഡ് സ്പീക്കർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താ? ഒരു നല്ല സ്പീക്കറിൻ്റെ ഒരു നല്ല ലിസണറിൻ്റെ റിക്വയർമെൻറ്റ്സ് അതാണ്. അല്ലെങ്കിൽ ഒരു നല്ല ലിസണർ ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം? സോ ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ചില ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഓപ്ഷൻ ബി നിങ്ങൾ നോക്കിയാൽ ലിസൺ വിത്ത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സ്പീക്കർ. അതൊരു നല്ല ലിസണറുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ അയാളുടെ അടുത്ത് നമ്മൾ വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇയാളെക്കുറിച്ച് വളരെ ബയസ്ഡ് ആയിട്ട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണോ? അല്ല അല്ലേ? അതൊരിക്കലും ഒരു നല്ല ലിസണറുടെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസർ ആയിട്ട് വരില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആൻസർ ആയിട്ട് വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോമ്പിനേഷൻസ് നോക്കിയാൽ എയും ബിയും ഇതിൻ്റെ ആൻസർ ആവില്ല അല്ലേ? കാരണം എയ്ക്കകത്തും ബിക്കകത്തും ബി എന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി സി ഡി കോമ്പിനേഷൻസ് നിങ്ങൾ നോക്കിയാൽ സി ഡി കോമ്പിനേഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ സിയിൽ പറയുന്നത് എ സി ആൻഡ് ഇ ആണ്, ഡിയിൽ പറഞ്ഞിരിക്കുന്നത് സി ഡി ആൻഡ് ഇ, ഡിയിൽ പറഞ്ഞിരിക്കുന്നത് സി ഡി ആൻഡ് ഇ ആണ്. ഇനി ഈ സി ഡി കോമ്പിനേഷൻസിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് അനലൈസ് ചെയ്താൽ രണ്ട് ഓപ്ഷൻസ് കോമൺ ആണ്. സിയും ഇയും സി കോമ്പിനേഷനിലും ഉണ്ട്, ഡി കോമ്പിനേഷനിലും ഉണ്ട്. സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷോ ഇൻട്രസ്റ്റ് ഇൻ ദ സ്പീക്കർ. ഇ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കീപ് യുവർ മൈൻഡ് ഓപ്പൺ ടു എവറി സബ്ജക്റ്റ് ഇൻ സ്പീക്കർ. അല്ലേ, നമ്മൾ സ്പീക്കറിന് ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കണം ആൾ പറയുന്നത്. അതാണ് ഒരു ഗുഡ് ലിസണറുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഒരു ഓപ്പൺ മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ഈ സ്പീക്കർ പറയുന്നത്, അദ്ദേഹം പറയുന്ന സബ്ജക്ട്സിനോട് ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ലിസണർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ സി ഈ ഓപ്ഷൻസ് കറക്റ്റ് ആണ്. അത് രണ്ട് ഓപ്ഷൻസിലും ഉണ്ട്. സോ ഇനി സി ആണോ ഡി ആണോ റൈറ്റ് കോമ്പിനേഷൻ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്ത ഫാക്ടർ എന്താണ് അവിടെ? ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്താ? സിയിൽ നമുക്ക് എ സി ആൻഡ് ഡിയും ഡിയിൽ സി ഡി ആൻഡ് ഡി ആണ്. അപ്പോൾ എ ആണോ ഡി ആണോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആൻസറിലേക്ക് എത്താം. എ ഡി ഓപ്ഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. കീപ് ക്വയറ്റ് വൈൽ ലിസണിങ്. ഡി ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോക്കസ് ഓൺ ദ ഡ്രസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ദ സ്പീക്കർ. സോ ഒരു ഗുഡ് ലിസണർ ആവണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണ്ട കാര്യം എന്താ? ഒരാൾ പറയുമ്പോൾ മിണ്ടാതിരുന്ന് അയാൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണോ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോയ്സ്, അതോ ഒരു സ്പീക്കറുടെ ഡ്രസ്സും അപ്പിയറൻസ് ഒക്കെ നോക്കി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്? നമ്മൾ സ്പീക്കറുടെ ഡ്രസ്സും അപ്പിയറൻസ് ഒക്കെ നോക്കിയിരുന്നാൽ നമ്മൾ അത് ശ്രദ്ധിച്ചിരിക്കുകയാണ്, അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. സോ ഒരു ഗുഡ് ലിസണറിൻ്റെ ഒരു പ്രത്യേകത എന്താ? മറ്റൊരാൾ സംസാരിക്കുമ്പോൾ സൈലൻ്റ് ആയിട്ട് ക്വയറ്റ് ആയിട്ടിരുന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ചോയ്സ് ചെയ്താൽ എ വേണോ ഡി വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെടുക്കും? അഫ്കോഴ്സ് എ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? എ സി ആൻഡ് ഇ only. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ മോഡൽ ഓഫ് ലിസണിങ് ഇൻ സീക്വൻസ്. അപ്പോൾ ലിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തത്. അപ്പോൾ അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് തന്നെ ഇപ്പോൾ ലിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു കുറച്ച്. അപ്പോൾ അതിൽ നിന്ന് സാമ്പിളായിട്ട് നമ്മൾ എടുത്തിരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു ലിസണിങ് മോഡലിൽ അല്ലെങ്കിൽ ഒരു ലിസണിങ്ങിനകത്ത് തന്നെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സിനെ നമുക്ക് എങ്ങനെ സീക്വൻസ് ചെയ്യാം? ശരിക്കും ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നിങ്ങൾ നോക്കിയാൽ ഓപ്ഷൻസ് നോക്കിയേ. ഇൻ്റർപ്രറ്റിംഗ്, റെസ്പോണ്ടിങ്, റിമെമ്പറിങ്, ഹിയറിംഗ്, അണ്ടർസ്റ്റാൻഡിങ്. ലിസണിങ്ങിൽ ശരിക്കും ഇതിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം എന്താ? ഒരു കാര്യം ലിസൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അയാൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് അല്ലേ? ഹിയറിംഗ് ആണ് നമുക്ക് ആദ്യം വരേണ്ടത്. ഇനി ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇൻ്റർപ്രറ്റിംഗ്, റെസ്പോണ്ടിങ്, റിമെമ്പറിംഗ്, ഹിയറിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതിനകത്ത് ഒരു ലിസണിങ് മോഡൽ, നല്ല ലിസണിങ് എന്ന് പറയുമ്പോൾ ആ മോഡലിൽ ഏറ്റവും അവസാനം സംഭവിക്കേണ്ട കാര്യം എന്താ? റെസ്പോണ്ടിങ് അല്ലേ? അതായത് ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഓഫ് ലിസണിങ് നിങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ റൈറ്റ് സീക്വൻസിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച് നോക്കിയാൽ
ആദ്യം ഹിയറിങ്ങും അവസാനം റെസ്പോണ്ടിങ്ങും വരണം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു ലിസണിങ് മോഡൽ എന്ന് പറയുന്നത്. സോ ഹിയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, റെസ്പോണ്ടിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഡി ആദ്യവും ബി അവസാനവുമായിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷനെ നമുക്ക് ആക്ച്വലി പറഞ്ഞ കോമ്പിനേഷനകത്തുള്ളൂ. ആ ഓപ്ഷൻ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം കൂടി ഇന്ന് വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. ഇതിപ്പോൾ ഏതാദ്യം റിമെമ്പറിങ് വരുമോ, ഇൻ്റർപ്രറ്റിംഗ് വരുമോ, ഇൻ്റർപ്രറ്റിംഗ് കഴിഞ്ഞിട്ടാണോ റിമെമ്പറിംഗ് വരുന്നത്, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടായേക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വൈസായിട്ട് ചില ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഏറ്റവും ലോജിക്കലി നമുക്ക് ആ ആൻസറിലേക്ക് എത്താനായിട്ടുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സ്റ്റെപ്സിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നാലും ലിസണിങ്ങിൻ്റെ ആദ്യം സംഭവിക്കേണ്ടത് ഹിയറിങ്ങും അവസാനം സംഭവിക്കേണ്ടത് റെസ്പോണ്ടിങ്ങും ആണെന്ന് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ പഠിക്കണം. അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇനി നമുക്ക് ആ ഓപ്ഷൻ വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം നടക്കുന്നത് എന്താ? ഹിയറിങ്. ആദ്യം നമ്മൾ കേൾക്കുകയാണ്. കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത പടി, അണ്ടർസ്റ്റാൻഡിങ്. ഇനി അടുത്ത പടി എന്താ? റിമെമ്പറിങ് ആണ്. അതായത് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, പിന്നെ ഒരാൾ പറയുന്ന കാര്യം ഓർത്ത് വെക്കുക, അദ്ദേഹം പറഞ്ഞ കാര്യം മനസ്സിലാക്കി അത് റിമെമ്പർ ചെയ്യുക, ഓർത്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അടുത്ത എന്താണ്? ഈ ഓർമ്മയിലിരിക്കുന്ന കാര്യത്തെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. ഒരാളൊരു കാര്യം പറഞ്ഞു, നമുക്കത് മനസ്സിലായി, നമ്മളത് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു, അതിനുശേഷം നമ്മുടെ ഓർമ്മയിൽ നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യണം. എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ലിസണിങ് മോഡലിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ്. ഹിയറിംഗ്, ദെൻ അണ്ടർസ്റ്റാൻഡിങ്, റിമെമ്പറിംഗ്, interpreting, and finally responding. So DECAB, that is option B. So of course right answer is option B. Next question. Which model depicts communication as a process by which communicators send messages or feedback simultaneously to one another? അപ്പോൾ ഇവിടെ മോഡൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരേ സമയം കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് സെൻഡർ ആൻഡ് ദ റിസീവർ. അപ്പോൾ ഒരേ സമയം ഈ കമ്മ്യൂണിക്കേറ്റേഴ്സ് സെൻഡറും റിസീവറും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് കൈമാറുകയാണെങ്കിൽ അത് എന്ത് മോഡലാണെന്ന ചോദ്യം. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ജനറലി നമുക്ക് 3 ടൈപ്സ് ആണ് അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഉണ്ടാകും. അതായത് വൺ വേ, അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വൺ വേ ആണ്. ഇപ്പോൾ ഒരു സെൻഡർ ഒരു മെസ്സേജ് അയക്കുന്നു, റിസീവർ അത് കേൾക്കുന്നു, അതിനകത്ത് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനെയാണ് ലീനിയർ മോഡൽസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻ്ററാക്റ്റീവ് മോഡൽസ് ഉണ്ട്, ഇൻ്ററാക്ഷണൽ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ഇൻ്ററാക്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 വേ ആണ്. എന്ന് പറഞ്ഞാൽ സെൻഡർ ഒരു മെസ്സേജ് അയക്കുന്നു, അത് റിസീവർ റിസീവ് ചെയ്യുന്നു, ലേറ്റർ റിസീവർ എന്ത് ചെയ്യണം? അതിനൊരു റെസ്പോൺസ് കൊടുക്കുന്നു. ദാറ്റ് ഇസ് ഇൻ്ററാക്റ്റീവ് മോഡൽ. മൂന്നാമത്തത് ട്രാൻസാക്ഷണൽ ആണ്. ഇത് നമ്മൾ സർക്കുലർ മോഡൽ എന്ന് പറയും. ഇതിനകത്ത് ഇപ്പോൾ ഒരു സെൻഡർ ആദ്യം മെസ്സേജ് അയക്കുന്നു, എന്നിട്ട് റിസീവർ കേൾക്കുന്നു, പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല നമ്മൾ പറയുന്നത്. ഈ ട്രാൻസാക്ഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ സമയം ആക്റ്റീവ്ലി കമ്മ്യൂണിക്കേഷനകത്ത് എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുന്നു, അതേസമയം മറ്റൊരാളും അതിനകത്ത് ഇൻവോൾവ് ആവുന്നു. അങ്ങനെ ആക്റ്റീവായിട്ടൊരു സർക്കുലർ രീതിയിൽ കൺസിസ്റ്റൻ്റ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷണൽ മോഡൽ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? Which model depicts communication as a process by which communicators send messages or feedback simultaneously to one another? ഒരേ സമയം കമ്മ്യൂണിക്കേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജോ ഫീഡ്ബാക്കോ ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട്, അതായത് ഇവരിങ്ങനെ ഒരാൾ ആദ്യം സെൻഡർ, പിന്നെ മറ്റേ ആൾ അപ്പോൾ ആ സമയത്ത് റിസീവർ ആവുന്നു, എന്നിട്ട് ആ റിസീവർ ആ മെസ്സേജ് കിട്ടിയതിന് ശേഷം അദ്ദേഹം സെൻഡറായി മാറിയിട്ട് ഇങ്ങോട്ടേക്ക് റിപ്ലൈ അയക്കുന്നത്, ഇങ്ങനെ ഒരു പ്രോസസ്സ് അല്ല. രണ്ടുപേരും സൈമിൾട്ടേനിയസ്ലി സെൻഡറും റിസീവറുമാണ് വളരെ ആക്റ്റീവ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാവണം. അപ്പോൾ അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താ? ട്രാൻസാക്ഷണൽ മോഡൽ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി. ഈ AB ഓപ്ഷൻസ് അങ്ങനെ സ്പെസിഫിക്കലി നമ്മൾ ഈ മോഡൽസ് പറയുമ്പോൾ 3 ടൈപ്സാണ് പറയുക. ഇൻ്ററാക്ഷണൽ ഉണ്ട്, ട്രാൻസാക്ഷണൽ ഉണ്ട്, പിന്നെ ലീനിയർ മോഡൽ നമ്മൾ പറഞ്ഞു. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയ? നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് ചൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് മീഡിയ യൂസ് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ അതിനകത്ത് പരിഗണിക്കേണ്ടത്? അതാണ് ഈ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയ? No need to think about receiver, reliability, it should be costly, confidentiality, availability. സോ എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പോയിന്റ് എഴുതി പഠിക്കാൻ പറ്റില്ല.
ഒരുപാട് ആസ്പെക്ട്സ് അതിനകത്ത് വരാം. ഇപ്പം നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ സെൻസിബിൾ ആയിട്ട് ആ ഓപ്ഷൻസ് മനസ്സിലാക്കി റൈറ്റ് കോമ്പിനേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓപ്ഷൻ എ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആൻസർ ആയിട്ട് വരില്ല. നോ നീഡ് ടു തിങ്ക് അബൌട്ട് റിസീവർ. സോ ഏതൊരു കമ്മ്യൂണിക്കേഷനകത്തും നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ റിസീവർ ആരാണ് എന്ന് പരിഗണിച്ചിട്ട് വേണം എന്ത് മീഡിയ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ലെറ്റ്സ് സേ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളോട് ഇഫക്റ്റീവ്ലി സംസാരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഒരാളോട്, അത്ര ആക്റ്റീവ് ഇല്ലാത്ത ഒരാളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം ഒന്നെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാം. കാരണം അദ്ദേഹം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. നമ്മളിപ്പോൾ ഇനി വാട്സാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ അദ്ദേഹം ആ കാര്യം കണ്ടുകൊണ്ട് തന്നെ വരില്ല. ഇതൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഏത് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മൾ എന്ത് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കംപ്ലീറ്റ്ലി നമ്മൾ ഇതിൻ്റെ അതർ എൻഡിലുള്ള റിസീവർ ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. സോ എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്തായാലും ആൻസറിൽ വരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ എ ഉള്ള കോമ്പിനേഷൻ ഒഴിവാക്കാം. എ എന്ന ഓപ്ഷൻ നമുക്ക് എ എന്ന കോമ്പിനേഷനിൽ തന്നെയുണ്ട്, അപ്പോൾ തന്നെ അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇറ്റ് ഷുഡ് ബി കോസ്റ്റ്ലി. അത് ആൻസർ ആയിട്ട് വരുമോ? അതായത് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ മീഡിയ സെലക്ട് ചെയ്യുമ്പോഴത്തേനും അത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമായിരിക്കണം എന്നുള്ളതാണോ നമ്മളുടെ ഫാക്ടർ അല്ലെങ്കിൽ ഒരു പരിഗണിക്കുന്ന കാര്യം? അല്ല, ആ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കാര്യം ചൂസ് ചെയ്യാം, അല്ലേ? സോ സി ഓപ്ഷൻ ഒഴിവാക്കാം. പിന്നെ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റിലയബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി. ഈ മൂന്നെണ്ണമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. റിലയബിൾ ആയിരിക്കണം, നമുക്കത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു മീഡിയ ആയിരിക്കണം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് അത് വേറെ എങ്ങോട്ടേക്കും പോകാത്ത രീതിയിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയ ആയിരിക്കണം. അവൈലബിലിറ്റി, അതായത് നമുക്ക് വളരെ ഫീസിബിൾ ആയിട്ട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നമുക്ക് ഫീസിബിൾ ആയിട്ട് ആ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു മീഡിയ ആയിരിക്കണം. സോ റിലയബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി. സോ ബി, ഡി ആൻഡ് ഇ only will be the right answer. That is option D. അടുത്ത ക്വസ്റ്റ്യൻ. Arrange in sequence the following steps in the process of communication according to Shannon-Weaver model. Feedback, destination, reception, transmitter, source. Okay. So ഈ ഷാനൺ ആൻഡ് വീവർ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ മോഡൽ. നമ്മൾ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്ത് ലീനിയർ മോഡൽസിനാണ് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ വരുന്നത്. 1949 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടൊരു മോഡലായിരുന്നു, ഒരു മാത്തമാറ്റിക്കൽ മോഡലായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ ഇതിനകത്ത് നമ്മുടെ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇതിൻ്റെ റെലവൻസ് പിന്നീട് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മോഡലാണെന്ന് പറഞ്ഞു, പക്ഷേ ഓപ്ഷൻസിൽ നമ്മളോട് ഇത് സീക്വൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഇതിൽ നിന്ന് ഷാനൺ ആൻഡ് വീവറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓപ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനല്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും നമ്മൾ പരിഗണിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനിൽ എന്തുകൊണ്ടാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 1949 വന്ന ഷാനൺ ആൻഡ് വീവർ മോഡൽ എന്ന് പറയുന്നത് ട്രഡീഷണൽ മോഡലാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ആ ട്രഡീഷണൽ മോഡൽ എന്ന് പറയുന്നത് ഒരു വൺ വേ മോഡലായിരുന്നു, അതിനകത്ത് ഫീഡ്ബാക്ക് എന്നൊരു എലമെൻ്റ് ഇല്ലായിരുന്നു. ബട്ട് ലേറ്റർ ഓൺ ഈ ഷാനൺ ആൻഡ് വീവർ മോഡലിനെ വീണ്ടും ആളുകൾ റിവൈസ് ചെയ്തു. ആ സമയത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നൊരു എലമെൻറ്റ് കൂടി അതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യനിൽ ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷനും കൂടി ഉള്ളത്. നമ്മളിവിടെ പറയുന്നത് ട്രഡീഷണൽ മോഡലാണ്, പിന്നീട് അതിനകത്തേക്ക് ഫീഡ്ബാക്ക് കൂടി ആഡ് ഓൺ ചെയ്തു എന്നുള്ളത് ഓർക്കാം. അപ്പോൾ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഒരു കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി ഒരു ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്കൊരു ഇൻഫർമേഷൻ വരുന്നൊരു സോഴ്സ് ഉണ്ടാവും, ആ സോഴ്സിൽ നിന്നൊരു മെസ്സേജ് വരുന്നു, അതൊരു ട്രാൻസ്മിറ്ററിലൂടെ സിഗ്നലുകളായിട്ട് ഒരു ചാനലിലൂടെ കടന്നു പോകുന്നു. ആ സിഗ്നലുകൾ മറ്റൊരു റിസീവർ, ഡീകോഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ആ ഡീകോഡർ അല്ലെങ്കിൽ റിസീവർ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് ആ വന്ന ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ഏത് സ്ഥലത്തേക്കാണോ എത്തിക്കേണ്ടത് ആ ഡെസ്റ്റിനേഷനിലേക്ക് അതിനെ ഡീകോഡ് ചെയ്ത് മെസ്സേജ് ആക്കി എത്തിക്കുന്നു. നോയ്സ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നോയ്സ് എന്ന് പറഞ്ഞാൽ ബാരിയേഴ്സ് എന്നുള്ളൊരു ടെക്നിക്കൽ ടേമാണ്. അപ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷനിൽ ഇവിടെ വേണമെങ്കിലും ബാരിയേഴ്സ് അല്ലെങ്കിൽ നോയ്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ എൻട്രോപ്പി, റിഡൻഡൻസി, ചാനൽ കപ്പാസിറ്റി, ഇങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റുകൾ കൂടി ഈ ഒരു മോഡലിൽ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മൾ ഷാനൺ ആൻഡ് വീവർ മോഡൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സസിലൊക്കെ നമ്മളിത് ഡീറ്റെയിൽ ചെയ്തതാണ്. പക്ഷേ ഈ ക്വസ്റ്റനിൽ നമുക്ക് ആ കോൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി ആ ഒരു മോഡലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള
എലമെൻറ്റ്സ് മാത്രം, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് മതി, കോൺസെപ്റ്റ്സിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ഇതാണ് ഷാനൻ വേവ് മോഡൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ആ മോഡലിനെ അപ്ലൈ ചെയ്തിട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് എടുക്കണം. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിനകത്ത് ആദ്യം വരാൻ സാധ്യതയുള്ളത് ഏതായിരിക്കും? ഓഫ് കോഴ്സ് സോഴ്സ് ആണ് അല്ലേ. സോഴ്സ് ആണ് നമുക്ക് ആദ്യം വരാൻ സാധ്യതയുള്ളത്. സോഴ്സ് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? ട്രാൻസ്മിറ്റർ, അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് മെസ്സേജ് ഒരു ട്രാൻസ്മിറ്ററിലൂടെ എൻകോഡറിലൂടെ വരുന്നു എന്ന് പറഞ്ഞു. സോ സോഴ്സ്, ദെൻ വി ഹാവ് ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്ററിലൂടെ ഈ പോകുന്ന മെസ്സേജ്, തന്നിരിക്കുന്ന ഓപ്ഷൻസ് മാത്രം പരിഗണിച്ചാൽ മതി. നമ്മൾ ആ ട്രാൻസ്മിറ്ററിലൂടെ പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് എന്ത് ചെയ്യും? റിസീവറിലേക്ക് എത്താണ്, ഒരു ചാനലിലൂടെ. സോ റിസപ്ഷൻ ആണ് അടുത്ത് വരേണ്ടത്. സോ ഇ, ദെൻ ഡി, ദെൻ സി, റിസപ്ഷൻ. റിസപ്ഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ റിസീവർ അത് റിസീവ് ചെയ്ത് അത് ഡീകോഡ് ചെയ്തതിന് ശേഷം ആ മെസ്സേജ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വിടുന്നു, റൈറ്റ്? സോ ഡെസ്റ്റിനേഷൻ ആണ് അടുത്ത് വരേണ്ടത്. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഞാൻ ഓൾറെഡി പറഞ്ഞു, ട്രഡീഷണൽ മോഡലിൽ ഫീഡ്ബാക്ക് ഇല്ല, പക്ഷേ ലേറ്റർ ഓൺ അത് റിവൈസ് ചെയ്ത് ഫീഡ്ബാക്ക് കൂടി ആഡ് ഓൺ ചെയ്ത് കാണാൻ പറ്റും. ഓപ്ഷൻസ് നമുക്ക് ഫീഡ്ബാക്ക് ഉള്ളതുകൊണ്ട് അത് പരിഗണിക്കും. അപ്പോൾ ഫീഡ്ബാക്ക് എപ്പോഴും വരുള്ളൂ? ലാസ്റ്റ് വരുള്ളൂ അല്ലേ. സോ ഇ, ഡി, സി, ബി, എ ആണ് റൈറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി itself. Moving to the next question. When a person is talking to himself or herself or contemplating or dreaming while in sleep, then this type of communication is known as interpersonal, intrapersonal, intercultural, international. ഈ ഇന്റർ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നതിനെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്റർ കൾച്ചറൽ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലുള്ള, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് നേഷൻസ് എന്നുള്ള മീനിങ്. അപ്പോൾ ജനറലി നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന രണ്ട് ടൈപ്സ് ആണ് ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും. അപ്പോൾ ഇന്റർ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ, അപ്പോൾ ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താ? വിത്തിൻ. അപ്പോൾ ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്ന് കോണ്ടംപ്ലേറ്റ് ചെയ്യും, പ്ലാൻ ചെയ്യും, അനലൈസ് ചെയ്യും, ആലോചിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ എന്നോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഇൻട്രാ പേഴ്സണൽ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ എ പേഴ്സൺ ഇസ് ടോക്കിംഗ് ടു ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഓർ കോണ്ടംപ്ലേറ്റിംഗ് ഓർ ഡ്രീമിങ് വൈൽ ഇൻ സ്ലീപ്പ്. അപ്പോൾ ഒരാൾ തന്നോട് തന്നെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, കോണ്ടംപ്ലേറ്റ് ചെയ്യാണ്, കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നു, അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യുന്ന, ഉറങ്ങുന്ന സമയത്ത് ഡ്രീംസ് കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് കണക്ട് ചെയ്യാം? സോ ഇവിടെ എല്ലാം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മളോട് തന്നെ, വിത്തിൻ എന്നുള്ളൊരു മീനിങ്ങാണ് വരിക. സോ ദാറ്റ് ഇസ് intrapersonal. So the right answer for this question is option B. Next question. The teacher is teaching in a class of students. This can be the best example of face-to-face communication, mass communication, intercultural communication, group communication. എപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. എന്താ ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ, ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അതൊരു ഡെഫിനിറ്റ് നമ്പർ ഉണ്ടാവും അവിടെ. അതായത് ഇപ്പം ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? മാസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ, മീഡിയ, അതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഡെഫിനിറ്റ്, നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ആളുകളായിരിക്കും ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ആവുക. പക്ഷെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അതൊരു വലിയ ഓഡിയൻസ് ആണ്, അതൊരു നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഓഡിയൻസ് അല്ല. സോ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക്, ഡെഫിനിറ്റ് ആണ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാവുന്ന ആളുകൾക്കെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും, അല്ലെങ്കിൽ പരിചയം ഉണ്ടാകും. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഓഡിയൻസ് ആണ്. ഇത് ആരുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത്, ആരൊക്കെ ഇത് കാണുന്നത്, ഇത് നമുക്ക് കറക്റ്റായിട്ട് ആ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല, റൈറ്റ്? അപ്പോൾ ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ആളുകൾ ഉണ്ടാവും. ആൻഡ് ഓൾസോ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓരോ ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടാകും. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളോട് നമ്മൾ കുറച്ചൊരു ഇൻ്റർപേഴ്സണൽ, നമ്മളൊരാളോട് നേരിട്ട് സംസാരിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എന്നുള്ളത്, അതൊന്നും ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു പെർഫെക്റ്റ്
ടേം അല്ല. സോ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ ഡി. സോ ഈ വീഡിയോയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂളിൽ നിന്ന് ജൂൺ 2025 എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ കമ്മ്യൂണിക്കേഷൻ ആസ് എ മൊഡ്യൂൾ, അതിനകത്തുനിന്ന് വരുന്ന ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ആൻഡ് അഫ്കോഴ്സ് നമ്മൾ NTA UGC നെറ്റിൽ ഇരുന്ന എല്ലാ ആളുകൾക്കും ഒരേ സിലബസ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂളിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഇതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഒന്നിച്ച് കമ്പൈൽ ചെയ്തിട്ട് അതിനകത്ത് മോസ്റ്റ് റെലവെൻ്റ് ആയിട്ടുള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷനിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. സോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എക്സാമിൻ്റെ ഒരു ഐഡിയ കിട്ടാനും ഈ മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസിനോടൊരു ഫെമിലിയാരിറ്റി ഉണ്ടാവാനും ഒക്കെ ഹെൽപ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.